ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുമെന്നുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൂടിയ PSCയുടെ യോഗ തീരുമാനത്തിൽ ഉണ്ടായ ഒരു യോഗ തീരുമാനമാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ 16 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിക്കും എന്നുള്ളത്. നമുക്ക് ആ ഒരു ന്യൂസ് നോക്കാം. ഇതുണ്ടോ, PSC 16 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. എന്താണ്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ഉൾപ്പെടെ 16 തസ്തികകളിലേക്കാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കോഴ്സിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കി. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ആ ഒരു വിജ്ഞാപനം വരുന്നത്, അല്ലേ? നെയിം ഓഫ് പോസ്റ്റ് അത് തന്നെയാണ്. എന്താണ്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്നാണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് നോക്കുക, 45,600 രൂപയാണ് സ്റ്റാർട്ടിങ് സാലറി. കണ്ടോ, ബേസിക് പേ വരുന്നത് 45,600 മാക്സിമം 95,600. ഓക്കെ ആണല്ലോ. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഏജ് ലിമിറ്റ് വരുന്നത് ഇപ്പോൾ ഏജ് റിലാക്സേഷൻ ഉള്ളത് കൊണ്ട്, അല്ലേ, 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിയാവുന്നതാണ്. അടുത്ത ക്വാളിഫിക്കേഷൻ പറയുന്നത് നോക്കി, പാസ് ഇൻ SSLC ഓർ ഇറ്റ്സ് ഇക്വലന്റ്. കണ്ടോ, SSLCയോ അല്ലെങ്കിൽ അതിന് തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരിക്കണം. രണ്ടാമത് പറയുന്ന യോഗ്യത ശ്രദ്ധിക്കുക, എ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. കണ്ടോ, 3 years കോഴ്സ് awarded by the state board technical education or any institution recognized by central government or state government. കണ്ടോ, 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ 3 വർഷത്തെ ഡിപ്ലോമ കംപ്ലീറ്റ് ആയിരിക്കണം. ഇനി അടുത്ത പറയുന്നത് നോക്കിയേ, മസ്റ്റ് ഹോൾഡ് എ കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്. കണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. നോക്കിയേ, ഓതറൈസിങ് ഹിം ടു ഡ്രൈവ് മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആൻഡ് ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. കണ്ടോ, എന്തൊക്കെയാണ് നോക്കിയേ? മോട്ടോർ സൈക്കിള്, അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിള്, അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ. ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കണ്ടോ, അപ്പോൾ SSLC പാസ്സായിരിക്കണം, അതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണെങ്കിലും 3 വർഷത്തെ എന്താണ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മൂന്നാമത് വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ആണെങ്കിലും അതുപോലെ തന്നെ ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക. ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് ശ്രദ്ധിച്ചേ, മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷാൽ പൊസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ്. കണ്ടോ, എന്താണ്? ഉറപ്പായിട്ടും ഫിറ്റ് ആയിരിക്കണം. താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. നോക്കി, ഫോർ മെയിലിനാണെങ്കിൽ ഹൈറ്റ് വരുന്നത് 165 സെൻറ്റിമീറ്റർ ആണ്. കണ്ടോ, 165 സെൻറ്റിമീറ്റർ ആയിരിക്കണം മെയിലിൻ്റെ ഹൈറ്റ് വരുന്നത്. മെയിലിൻ്റെ ചെസ്റ്റ് വരുന്നത് എത്രയാണ്? 89 സെൻറ്റിമീറ്റർ ആണ് നോർമൽ. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 5 സെൻറ്റിമീറ്റർ കൂടെ എന്ത് ചെയ്യും? കൂടും. കണ്ടോ, ഓക്കെ ആണല്ലോ. ഇനി ഫീമെയിലിന് വരുമ്പോഴത്തേക്കും നോക്കി, ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. എത്രയാണ്? 152 സെൻറ്റിമീറ്റർ ആണ് ഫീമെയിലിൻ്റെ എന്ത് വരുന്നത്? ഹൈറ്റ് വരുന്നത്. ഒരു എക്സംഷൻ ഉണ്ട്. നോക്കി, ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്. കണ്ടോ, ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബോ ആണെങ്കിൽ മിനിമം ഹൈറ്റ് വിൽ ബി 160 സെൻറ്റിമീറ്റർ. നോക്കി, എന്താ മെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് എത്രയാണ്? 160 സെൻറ്റിമീറ്ററും ഫീമെയിലിൻ്റെ ഹൈറ്റ് വരുന്നത് എത്രയാണ്? 150 സെൻറ്റിമീറ്ററുമാണ്. ഇതാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈറ്റാണ് മെയിൻ ആയിട്ടുള്ളത്. മെയിലാണെങ്കിൽ 165, ഫീമെയിൽ ആണെങ്കിൽ 152. മെയിലിന് ചെസ്റ്റ് നോക്കും 81 നോർമൽ. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 5 സെൻറ്റിമീറ്റർ കൂടെ. ഓക്കെ ആണല്ലോ. SC ST ആണെങ്കിൽ മെയിലിന് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം, ഫീമെയിലിന് 150 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് വിഷ്വൽ സ്റ്റാൻഡേർഡ്സ്. കണ്ടോ, വിഷ്വൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. നോക്കി, ഡിസ്റ്റന്റ് വിഷൻ ആണെങ്കിൽ 6/6 സ്നെലൻ ഉണ്ടായിരിക്കണം. റൈറ്റ് ഐക്ക് അതുപോലെ തന്നെ ലെഫ്റ്റ് ഐക്കും 6/6 തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി നിയർ വിഷൻ വരുമ്പോഴത്തേക്കും നോക്കി, 0.5 കണ്ടോ, 0.5 സ്നെലനും റൈറ്റ് ഐക്കും അതുപോലെ തന്നെ ലെഫ്റ്റ് ഐക്കും
0.5 സ്നെലൻ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നോക്കി, ഈച്ച് ഐ മസ്റ്റ് ഹാവ് എ ഫുൾ ഫീൽഡ് ഓഫ് വിഷൻ. കണ്ടോ, 2 കണ്ണും കൊണ്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ. ബി പറയുന്ന നോക്കി, കളർ ബ്ലൈൻഡ്നെസ്സോ അല്ലെങ്കിൽ സ്കിൻഡ് കോങ്കണ്ണോ തുടങ്ങിയ എന്തെങ്കിലും കണ്ണിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല, അപ്ലൈ ചെയ്യാൻ പാടില്ല. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കി. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോക്കി ഏതൊക്കെയാണ് കാറ്റഗറി നമ്പർ. ലാസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ 2022 517/2022 എന്താണ് കാറ്റഗറി നമ്പർ അല്ലേ. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് അന്ന് 10,787 ആപ്ലിക്കേഷൻ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് കൺഫർമേഷൻ കൊടുത്തിരുന്നത് എത്ര പേരാണ്? 9,327 പേരാണ് കൺഫർമേഷൻ കൊടുത്തിരുന്നത്. നോക്കിയേ, ഡേറ്റ് ഓഫ് എക്സാം നടന്നത് എന്നാണ് 2022 എന്താണ് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്നത് 2024 എക്സാം വന്നിരിക്കുന്നത്. 2024 നവംബർ അല്ല, സെപ്റ്റംബർ അല്ലേ. സെപ്റ്റംബർ 2-ാം തീയതിയാണ് എക്സാം നടന്നിരിക്കുന്നത്. കട്ട് ഓഫ് മാർക്ക് നോക്കിയേ 59.67 കട്ട് ഓഫ് മാർക്ക് വന്നത്. അപ്പം അത്യാവശ്യം മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ലിസ്റ്റിൽ വന്നുവിടാൻ പറ്റും. കാര്യം നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഒരു 60-70 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ കഴിയുന്ന കുട്ടികളാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും മാസ്റ്റർ കീയിലേക്ക് വരിക. നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് ഇതിന് മുകളിലായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകാനാവും. അതുപോലെ തന്നെ മാക്സിമം മാർക്ക് പറയുന്നത് എത്രയാണ്? 83.33 ആണ്. എത്രയാണ്? 83.33 ആണ്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് എത്ര പേരെയാണ് അഡ്മിറ്റ് ചെയ്തത്? 950. അതിൻ്റെ അത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണുള്ളത്? മെയിൻ ലിസ്റ്റിൽ എത്ര ആയിരുന്നു? 606 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ കോഴ്സ് ഉടൻ തന്നെ മാസ്റ്റർ കീ അക്കാഡമിയിൽ ആരംഭിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് മാസ്റ്റർ കീ അക്കാഡമിയുടെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ ഏറ്റവും പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബൈ.